ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു നിഷ്യൂസ് വേൾഡ്. ഞാൻ നിഷാദ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ റിഗൈ പാർക്കിലാണ്. ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. വന്ന് പിള്ളേരോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതായത് ഒരു ചെറിയ ഗ്യാങ് ആയിട്ട് വരാനും നമ്മുടെ ഒരു 10-60 പേര് കൂടാനുള്ള എല്ലാ സെറ്റപ്പുണ്ട്. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. എന്താ പറയുക, അപ്പോൾ ഇതിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു നിഷ്യൂസ് വേൾഡ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ്ലസ് റിഗേ പാർക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരിടം. അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ വിശാലമായ പാർക്ക് ഏകദേശം 15 ഹെക്ടറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. റിഗേ പാർക്ക് കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 23 പാർക്കുകളിൽ പെട്ടതാണ്. അതായത് കുവൈറ്റുകൾ വസിക്കുന്നതും അതുപോലെ പ്രവാസികൾ കൂടുതൽ താമസിക്കുന്നതുമായ ഏരിയകളിൽ വേർതിരിച്ചു നോക്കിയാൽ ഏകദേശം 100ഓളം ചെറിയ പാർക്കുകളുണ്ട് ഇവിടെ. സാൽമിയയിലെ ബോളിവാർഡ് പാർക്ക് പോലെയും പ്രസിദ്ധമായ അൽ ഷഹീദ് പാർക്കിനോളം വലിപ്പം വരില്ലെങ്കിലും ഇതും ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രം തന്നെ. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. വിശാലമായ കാർ പാർക്കിംഗ് ആണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഏകദേശം 100ഓളം വാഹനങ്ങൾ 4 നിരകളിലായി പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഫേമസ് ഇന്ത്യൻ സ്കൂളുകളായ കാർമൽ ഇന്ത്യൻ സ്കൂൾ, യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങൾ അവരുടെ ചെറിയ കുട്ടികളെ പിക്നിക്കിന് കൊണ്ടുപോകാൻ മുഖ്യ പരിഗണന നൽകുന്നത് ഈ ആൻഡ്ലസ് റിഗേ പാർക്കിലാണ്. ഇപ്പോൾ ഈ പാർക്കിൻ്റെ മുൻവശത്തായി ചെറിയ മറ്റൊരു കളിസ്ഥലം കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ഇൻഫ്ലേറ്റഡ് ബലൂൺ, കുറേ വലുതും ചെറുതുമായ സ്ലൈഡ്സ്, പിന്നെ ബോട്ടിങ്, ട്രെയിൻ എക്സ്പീരിയൻസ്, ചെറിയ ചെറിയ റൈഡ്സ് എല്ലാത്തിനും ഓരോ കേടി വെച്ച് അവർ ചാർജ് ഈടാക്കുന്നു. പിന്നെ ഒരു കുവൈറ്റി തൻ്റെ 3 കുതിരകളെ ഈ പാർക്കിലേക്ക് സവാരിക്കായി കൊണ്ടുപോകുന്നതും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു.
വാക്കിങ്ങിനും പിക്നിക്കിനും അനുയോജ്യമായ ഒരിടം തന്നെ. അതേസമയം ജോഗിങ്ങിനും ട്രയൽ, സോക്കർ ഫീൽഡ്, മൾട്ടിപർപ്പസ് സ്പോർട്സ് കോർട്ട്, ചെറിയ സെവൻസ് കളിക്കാൻ സാധിക്കുന്ന അടിപൊളി മൈതാനം, പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാവുന്ന നിരവധി മൈതാനങ്ങളും എല്ലാം ചേർന്നൊരു അടിപൊളി പാർക്ക്. മനോഹരമായ പൂന്തോട്ടത്തിന് ശ്രദ്ധ കൽപ്പിച്ചിട്ടുള്ള ഈ പാർക്ക് ഒരു പിസ്സ ഹട്ടും ക്ലോക്ക് ടവറും ടോയ്ലറ്റും എല്ലാം നിറഞ്ഞതാണ്. സൈഡ് വ്യൂ അപാരം തന്നെ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഇടം. നിരവധി പേർ വന്ന് റീൽസും ടിക്ടോക്കും ചാർത്തിയ പ്രദേശം. ഏകദേശം 300 വലിയ മരങ്ങളും ചെറിയ ചെടികളും പരിപാലിച്ചു പോരുന്നു. അവയിൽ വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരങ്ങൾ കാറ്റത്ത് ചാഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് ഈ പാർക്കിന് മനോഹരത കൂട്ടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സായാഹ്ന സമയം കുറച്ച് സുഹൃത്തുക്കളുമായി ഒപ്പം പുൽത്തകടിൽ ചെറിയ ഒരു പിക്നിക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ റെഗെ പാർക്ക് ഒരു അടിപൊളി സ്പോട്ട് തന്നെ. നല്ല മുന്തിയ ഇനം ക്യാമറ കൊണ്ടുവന്നാൽ ഇത് ഒരു മറക്കാനാവാത്ത ഒരു സൗഹൃദ അന്തരീക്ഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 50 മുതൽ 70 പേർക്ക് വരെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ വിശ്രമ കേന്ദ്രം തന്നെ. സന്ദർശകർക്ക് പ്രകൃതിയുടെ ഈ നാച്ചുറാലിറ്റി ആസ്വദിക്കാനും നല്ല ശുദ്ധമായി ആസ്വദിക്കാനും സാധിക്കും. ഇവിടം തിരക്കേറിയ നമ്മുടെ നഗരജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം നേടിത്തരും. അതിരാവിലത്തെ നടത്തത്തിനും സായാഹ്ന സമയത്തെ വോക്കിങ്ങിനും തണുത്ത താപനിലകൾ നിങ്ങളെ അവശരാക്കില്ല. പാർക്കിൻ്റെ ശാന്തമായ അന്തരീക്ഷം പൂർണ്ണമായി ആസ്വദിക്കാൻ ഒരു പിക്നിക് പുതപ്പും ചില ലഘുഭക്ഷണങ്ങളും കരുതിയാൽ മതി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പായിട്ടും നല്ല ഗ്യാങ് ആയിട്ടും വന്ന് കൂടാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൃത്തിയായിട്ടാണ് അവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല പുതിയ പുൽ എല്ലാം വെച്ച് നല്ല ഗ്രാസൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, നല്ല വാട്ടർ ഫൗണ്ടേഷനൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.